ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പൂസ് വ്ലോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വെറുതെ കളയുന്ന നമ്മൾ ഉപയോഗിച്ച് കളയുന്ന നമ്മുടെ ബ്രഷും ചീർപ്പും ഒക്കെ ഇനി കളയാൻ വരട്ടെ. അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവാൻ ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ്. അത് പകുതി മുറിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറുനാരങ്ങയുടെ പകുതി കൊണ്ട് ഞാൻ നമ്മുടെ സിങ്ക് വാഷ് ബേസൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത് കാണിച്ചു തരാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കോൾഗേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ബ്രഷിലേക്ക് എത്ര അളവാണോ കോൾഗേറ്റ് എടുക്കുന്നത് ആ ഒരളവ് മതിയാവും നമുക്ക്. ഇനിയിപ്പോൾ കോൾഗേറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഏത് ടൂത്ത് പേസ്റ്റാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ടൂത്ത് പേസ്റ്റ് എടുത്താൽ മതിയാകും. അപ്പോൾ അതെങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾഗേറ്റും ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ട് ഞാൻ നമ്മുടെ കിച്ചണിൻ്റെ സിങ്ക് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ചിക്കന് കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മീൻ കഴുകി കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ കഴുകി ഒരു ഉളുമ്പ് മണമുണ്ട്. നമ്മൾ എത്ര ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മൾ ഇടയ്ക്കൊക്കെ നമുക്കത് ആ ഒരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഒരു ബാഡ് സ്മെല്ലും നമുക്ക് വരികയും ചെയ്യില്ല. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പല്ലി പാറ്റിയൊക്കെ നമുക്ക് വരുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും നമ്മളെ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ബാഡ് സ്മെല്ലുള്ളിടത്താണെങ്കിൽ സാധാരണയായിട്ട് പാറ്റയും ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുക. നമുക്ക് സിങ്കിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ രാത്രിയൊക്കെ ചിലപ്പോൾ എണീറ്റ് വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേനെയൊക്കെ ഓടിക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ സിങ്കൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാനും പറ്റും. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സിങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു പറ്റിപ്പോലെയൊക്കെ കാണൂലേ, നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ കാണാൻ പറ്റും. പിന്നെ വെച്ചാൽ നമ്മൾ എത്ര കഴുകിയാലും നമ്മൾ ഇടയ്ക്കൊക്കെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ നമുക്ക് കുറച്ച് അഴുക്കൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതൊന്നും കാണാൻ പറ്റില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ സിങ്ക് പഴകിയതായിട്ട് നമുക്ക് തോന്നുകയേ ഇല്ല ഇതുപോലെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ. പിന്നെ ബാഡ് സ്മെല്ലിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചീർപ്പുണ്ടല്ലോ, നമ്മൾ ചീർപ്പ് ചിലപ്പോൾ പല്ല് പോയ ചീർപ്പൊക്കെ കളയണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളയാറാണ് പതിവ്, മുടി വാലാൻ ഉപയോഗിക്കില്ല. അപ്പോൾ ഇനി അത് കളയാൻ വരട്ടെ. അതിനെക്കൊണ്ട് നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതാ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വേണ്ടാതെ വെക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ. അപ്പോൾ അത് നമ്മളിങ്ങനെ ചീർപ്പിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഭാഗം തൊട്ട് തന്നെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി അതെടുത്തിട്ട് നമുക്ക് ഇടഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ കിച്ചണിൽ, നമ്മൾ ടൈലിൻ്റെയൊക്കെ ഇടഭാഗത്ത് ഈ മൂലക്കൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അവിടെയൊക്കെ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു കച്ചറയും കാര്യങ്ങളൊക്കെ കെട്ടി നിന്നിട്ടുണ്ടാവും. നമ്മൾ ക്ലീൻ ചെയ്യും, പക്ഷേ നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാൻ നിൽക്കില്ല അതൊക്കെ. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമേ നമ്മളങ്ങനെ കാണൂ. അപ്പോൾ നമുക്കത് വൃത്തിയാക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഈ ചീർപ്പിൽ ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. എല്ലാ കച്ചറയും നമുക്ക് കളയാനും പറ്റും. അപ്പം നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കിച്ചൺ യൂസ് പറ്റുന്നതായിരിക്കും. നമ്മുടെ ടൈലൊക്കെ എന്ന് വെച്ചാൽ ചിലർ ടൈലൊക്കെ എന്ന് വെച്ചാൽ വിടവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈലാണെങ്കിൽ എന്തായാലും ആ വിടവിൻ്റെ അടുത്ത് നമ്മൾ കുറേ കച്ചറയും നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും യൂസ് ചെയ്യാത്തതാണെങ്കിലും ഒക്കെ അവിടെ വെള്ളവും ഇതൊക്കെ പറ്റി പിടിച്ചിട്ട് കറയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ചീർപ്പിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ബ്രഷ് ഇടല്ലോ, നമ്മൾ ടൂത്ത് ബ്രഷ് നമ്മൾ കളയുന്ന സമയത്ത് നമ്മൾ അതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ നമ്മൾ കാണിക്കാറുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടൈലിലേക്ക് നമ്മൾ കുറച്ച് ലിക്വിഡിൽ ഇതിങ്ങനെ മുക്കിയിട്ട് നമ്മൾ ടൈല് ഉരച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അധികം സ്ട്രെസ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ വെച്ചാൽ സ്റ്റീൽ സ്ക്രബ്ബർ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമ്മുടെ ഈ ഇടഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം, അല്ലെങ്കിൽ ചില ടൈൽസൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വിടവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാർഗ്ഗം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കണ്ണിലേണ്ടത് ഇങ്ങനെ സ്മൂത്തായിട്ടുള്ള ടൈൽസല്ല, വിടവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈൽസാണ്. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ ഒരു മാർഗ്ഗം കണ്ടതിന് ശേഷം എനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വരും.
നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, എല്ലാവരും ക്ലീൻ ചെയ്യും, ഡെയിലി ക്ലീൻ ചെയ്യും. എന്നാലും നമ്മൾ വീക്കിലിയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുന്ന അഴുക്കും പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാനുള്ള ഒരു നല്ല ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ചീർപ്പും ബ്രഷൊന്നും കളയരുത്. ഇതുപോലെ നല്ല നമ്മുടെ പൈപ്പിൻ്റെ ഇടയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ആൺകുട്ടികളുടെയൊക്കെ ട്രെൻഡി ആയിട്ടുള്ള എന്ന് വെച്ചാൽ വൈറ്റ് കളറിലുള്ള ചെരുപ്പ് ഷൂസൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കോലത്തിലായിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് സർപ്പും പൊടി, കുറച്ച് കോൾഗേറ്റ്, കുറച്ച് ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇനി അത് നമ്മൾ ജസ്റ്റ് വെള്ളമൊന്നും നനക്കാൻ പാടില്ല. നമ്മൾ ബ്രഷ് അതിലോട്ട് മുക്കിയിട്ട് എന്താ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അധികം സ്ട്രെസ്സൊന്നും കൊടുത്തിട്ട് നമ്മൾ ഉരച്ചെടുക്കണ്ട. നമ്മൾ വേഗം നമ്മൾ എളുപ്പത്തിൽ നമ്മൾ സാധാരണ തേക്കുന്നത് പോലെ ഇതെങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ വീഡിയോയിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടെ വൈറ്റായിട്ട് വരുന്നത് കാണുന്നില്ലേ നിങ്ങൾ? അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുൻപ് നമ്മൾ ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ ചെരുപ്പ് ഈ വൈറ്റ് കളർ ചപ്പൽ നമുക്ക് നല്ല നീറ്റായിട്ട് എപ്പോഴും പുതുതായിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. എന്തായാലും നമ്മുടെ കുട്ടികൾ ഒക്കെ പുറത്തൊക്കെ പോയിട്ട് അവർക്ക് ഈ ട്രെൻഡി ആയിട്ടുള്ള വൈറ്റ് ചെരുപ്പ് വേണം താനും, എന്നാൽ അവർക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആ വൈറ്റ് കളറിൽ തന്നെ നീറ്റായിട്ട് പുതിയതായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പൊട്ടുന്നത് വരെ നമുക്ക്, അല്ലെങ്കിൽ ചാടാൻ പാകത്തിലാകുന്നത് വരെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ണിൽ ഈ ഒരു വിധത്തിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പകുതി ഭാഗം വെളുത്തിട്ടും പകുതി ഭാഗം ആ മണ്ണും ചളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെരുപ്പൊക്കെ നല്ല ക്ലീനായിട്ട് വെക്കും. ചെരുപ്പ് മാത്രമല്ല, നമ്മുടെ വൈറ്റ് ഷൂ ഒക്കെ ഉണ്ടാവില്ല, വൈറ്റ് ഷൂ. പിന്നെ നമ്മൾ ഇപ്പോൾ എല്ലാ ഷൂവിൻ്റെയും സൈഡ് ഇപ്പോൾ എപ്പോഴും വൈറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അതിങ്ങനെ കച്ചറയൊക്കെ ആയിട്ട് മക്കൾ ഇങ്ങനെ കൊണ്ടുത്തരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് സർപ്പും പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് കോൾഗേറ്റിൻ്റെ ഒരു തുള്ളി മതി നമുക്ക്. ചിലപ്പോൾ നമുക്ക് കാലിയായ കോൾഗേറ്റൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇനി ബ്രഷൊന്നും കളയാൻ നിൽക്കണ്ട. ബ്രഷൊക്കെ ഇതുപോലുള്ള ഒരുപാട് ഉപയോഗങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതാ ഏകദേശം എല്ലാ ഭാഗത്തും കഴിഞ്ഞു. ഇതാ കഴുകിയെടുക്കുമ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കണ്ട ചപ്പലും ഈ ഒരു ചപ്പലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. കണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്, പുതിയതുപോലെ. നമ്മൾ പഴയ ചപ്പലാണ് ഇതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വരുമ്പോൾ ഉള്ള അതേ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരാം. ബൈ.